സാധാ ഒരു പ്രേതത്തെ കാണുമ്പോൾ ഇത് കാണരുത്. ആ വിശ്വാസത്തിന് ഹാനികരമായിട്ട് കുത്തിപ്പൊളിക്കരുത്. സ്വാമി തന്നെ 28 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. 30 വർഷം. വക്കീലെന്ന് പറയുന്ന ഒരു ഹിന്ദു മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ തിരിച്ച് സംസാരിക്കും. ഒരു ഹിന്ദു ജീവസമാധിയാണത്. നിങ്ങൾ റെക്കോർഡ് ചെയ്തെടുക്കരുത്. അത്രയും കരുത്തുള്ളവരാണ് ഈ സമാധിയെ പൊളിക്കും. ഇതുവരെയും കണ്ടില്ലേ സമാധിയാണെന്ന്? പൊളിക്കുന്ന നാളെ പൊളിക്കാൻ ഇപ്പൊ തന്നെ പൊളിക്കണം. കേരളമാണ് വർഗീയത അംഗീകരിക്കുന്ന സ്ഥലമല്ല. വർഗീയതയെ തുറച്ചു നിൽക്കുന്ന സ്ഥലമാണ് കേരളം. വർഗീയത അംഗീകരിക്കുന്ന സ്ഥലമല്ല. നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ സമാധി സ്ഥലം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു സംഭവ സ്ഥലത്ത് ഉള്ളത്. നാട്ടുകാരും അതുകൂടാതെ മറ്റ് ചില സംഘടനകളും ചേർന്ന് വാക്ക് തർക്കമുണ്ടാവുകയും ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. വേണ്ടി കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. നമുക്ക് ഷാമിയാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഫുൾ ഏരിയ കവർ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസിന് നമുക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട്. പക്ഷെ നിലവിൽ നമുക്ക് ഈ ഒരു ചെറിയൊരു എല്ലാവരുടെ ഇഷ്യൂ പോലെ ഒരു ടെൻഷൻ ബിൽഡപ്പ് ആവുന്നത് കൊണ്ട് എല്ലാവരോടും സംസാരിക്കാൻ വേണ്ടി തൽക്കാലം നമ്മൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പം ആ സമയത്ത് നമ്മൾ ഒഫീഷ്യലി ഇത് ചെയ്യാനുള്ള ഓർഡറിൻ്റെ കോപ്പി കൂടി നമ്മൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് നിയമപരമായിട്ട് ചെയ്യണം തന്നെയാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് എന്താണ് നമ്മുടെ പോലീസിൻ്റെ ഇൻഡിപെൻഡൻറ്റ് എൻക്വയറിയുടെ ബേസിസിലാണ്. അതല്ലാതെ നമ്മൾ എന്താണ് മറ്റ് ആൾക്കാരുടെ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ മറ്റ് മതപരമായ കാര്യങ്ങളോ ഒന്നും അടിസ്ഥാനത്തിലല്ല. പ്യൂർലി നിയമപരമായിട്ടുള്ള പ്രൊസീജിയർ പാർട്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു എല്ലാവരും ആംഗിളും കൂടി ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം കാര്യങ്ങൾ അറിയിക്കാം. അല്ല, നമ്മുടെ ഈ മരിച്ച സന്യാസിയുടെ ഭാര്യയുടെ ആവശ്യം അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് ഇത് ചെയ്യണമെന്നാണ്. സാധാ ഒരു പ്രേതത്തെ കാണുമ്പോൾ ഇത് കാണരുത്. അവർ എല്ലാ ചടങ്ങുകളും നടത്തിയാണ് ഈ സമാധി ഇരുത്തിയിരിക്കുന്നത്. അത് കുത്തിപ്പൊളിച്ചെടുക്കാൻ ഒരു ഭാഗം ആളുകളുടെ ശ്രമം അത് ശരിയല്ല. നോട്ടീസ് കൊടുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. അത് പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും RDOയോടും പറഞ്ഞിട്ടുണ്ട്. ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഈ നടപടി കഴിഞ്ഞാൽ അതിന് നോട്ടീസ് കൊടുക്കേണ്ട കാര്യം ചെയ്യാമെന്നാണ് RDO പറഞ്ഞത്. അല്ലല്ല, അവർക്കൊരു സമയം 24 മണിക്കൂറോ 48 മണിക്കൂറോ ഇട്ടൊരു നോട്ടീസ് ഇന്നത് പൊളിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒരു പൊളിച്ചതിന് ശേഷം അല്ല, പൊളിക്കുന്നതിന് മുമ്പ് അവർ എല്ലാ ചടങ്ങുകളും നടത്തി ഭസ്മം ഇട്ട ഒരു പ്രതിഷ്ഠ നടത്തിയിരിക്കും പോലെ നടത്തിയിരിക്കുകയാണ് അവരുടെ വിശ്വാസത്തിൽ. ആ വിശ്വാസത്തിന് ഹാനികരമായിട്ട് കുത്തിപ്പൊളിക്കരുത്. ഇവിടെ വർഷങ്ങൾ കൊണ്ട് സംഘർഷമുള്ള ഒരു സ്ഥലമാണ്. ഇദ്ദേഹം തന്നെ ഈ സ്വാമി തന്നെ 28 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് 30 വർഷം മുമ്പേ. അപ്പം അതൊക്കെ നിങ്ങൾ സമാധാനത്തിലൂടെ ഇരുഭാഗത്തിനെ യോജിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു ഭാഗം ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടാതെ വന്നാൽ അത് അച്ഛനും അമ്മയ്ക്കും ആർക്കും തടസ്സമില്ല എന്നും പറഞ്ഞ് മാൻ മിക്സിങ് ഗ്യാസ് ഉണ്ടെന്ന് പറയുന്നത്. അതിന് സമയം കൊടുത്തുകൂടെ? ഇത് ആരും എടുത്തോണ്ട് പോയില്ല. സുമാരക്കുറുപ്പിനെ ഇതുവരെ പിടിച്ചില്ല. മാൻ മിക്സിങ് അല്ലേ ഇത്? ഇതിനകത്തിരിക്കുകയല്ലേ. 5 പോലീസ് കാവലിട്ടിട്ട് അവർക്ക് സ്വപ്പം സമയം കൊടുത്തിട്ട് കോടതിപ്പെട്ടവർ. ആ അമ്മയുടെ ആവശ്യമില്ല. ഓ നമ ശിവായ എന്ന് പറഞ്ഞ് ഒരമ്മ കരയുന്ന കണ്ടില്ലേ? അതിനവർ കൊടുക്കാൻ തയ്യാറാണോ? അല്ല, ഇവിടെ ഒരു സംഘർഷം ഉണ്ടാക്കിയിട്ടേ പോകുന്ന RDOയും പോലീസും വിചാരിക്കണേ അങ്ങനെ നടക്കട്ടെ, അത്രേ ഉള്ളൂ. അല്ല, ഇതിനകത്ത് RDO കേവലം പോലീസ് റിപ്പോർട്ടിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് RDO പെരുമാറുന്നത്. അതിലാണ് നമുക്ക് വലിയൊരു എതിർപ്പുള്ളത്. RDO പെരുമാറുന്ന അദ്ദേഹം ഒരു മജിസ്റ്റീരിയൽ പവറുള്ള വ്യക്തിയാണ്. അദ്ദേഹം കുടുംബത്തെയും കൂടെ കേൾക്കാൻ RDO തയ്യാറാവണം. അദ്ദേഹം കുടുംബത്തെ കേൾക്കാൻ വേണ്ടി RDO തയ്യാറാവുന്നില്ല. പോലീസിൻ്റെ കേവലം CRPCയുടെ മാത്രം അടിസ്ഥാനത്തിൽ പോലീസ് പെരുമാറും. ഓക്കെ, പക്ഷേ RDO പെരുമാറേണ്ടത്, ബഹുമാനപ്പെട്ട RDO പെരുമാറേണ്ടത് അങ്ങനെയല്ല. അദ്ദേഹം ഈ കുടുംബത്തിൻ്റെ കൺസേൺ കൂടെ കേൾക്കണം. അദ്ദേഹത്തിൻ്റെ മകൻ രാവിലെയും വൈകുന്നേരവും പൂജ നടത്തുന്ന സ്ഥലമാണ്. ഏതെങ്കിലും ഒരു ദുരൂഹ മരണം നടത്തി കുഴിച്ചിട്ട ഒരു ലാഘവത്തിൽ ഈ ഒരു സമാധി സ്ഥലത്തെ കണ്ടുകൂടാ. അവരിതിനെ പൂജയായിട്ട് നടത്തുന്നതാണ്. ഇന്ത്യ ഒട്ടുക്കും കേരള ഒട്ടുക്കും ഇതുപോലെ ഒട്ടനവധി സമാധികളുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇവിടുത്തെ നെയ്യാറ്റിൻകര താലൂക്കിലടക്കം ഇതുപോലത്തെ ഒട്ടനവധി സമാധികളുണ്ട്. ആ സമാധി സ്ഥലങ്ങളെല്ലാം തന്നെ ഭാവിയിലെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് നമ്മുടെയൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ നമ്മുടെ ഉണ്ട്. ആ തീർത്ഥാടന കേന്ദ്രം 100-130 വർഷമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് അതിന് സമാനമായിട്ട് അവരുടെ കുടുംബത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഭാവിയിൽ ഇതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറും എന്നുള്ള. അവരങ്ങനെ പൊരുതി നടത്തി അവർ രാവിലെയും വൈകിട്ടും പൂജ നടത്തുന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു ആളെ കുഴിച്ചിട്ട് മാത്രം ഒരു ലാഘവത്തിൽ ഇതിനെ എടുക്കാൻ വേണ്ടി പാടില്ല. RDO ഒരു മജിസ്റ്റീരിയൽ ഓഫീസറാണ്. അദ്ദേഹം കുടുംബത്തിൻ്റെ കൺസേൺ കൂടെ കേവലം ഒരു പോലീസ് റിപ്പോർട്ടിലെ CRPCയുടെ മാത്രം ഒരു രീതിയിൽ അദ്ദേഹം ഇതിനെ കാണരുത് എന്നുള്ളൊരു ആവശ്യമാണ്. അത് നമ്മൾ RDOയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം മുകളിലുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട്
പറയാമെന്നാണ് നമ്മളോട് ഇപ്പോഴും വാക്ക് തന്നിരിക്കുന്നത്. ആ വാക്ക് വിശ്വസിച്ചാണ് പാവപ്പെട്ട അമ്മ അടക്കം ഓംകാരം മാത്രം ഉച്ചരിച്ചുകൊണ്ട് അമ്മയും കുടുംബവും ഒക്കെ തന്നെ അവിടെ കഴിയുന്നത്. മനുഷ്യ ജീവിതത്തിന് ഗുരുതി കൊടുക്കാൻ ഇത്രയും കരുത്തുള്ള ഇന്ത്യൻ പൗരന്മാരെ അങ്ങനെ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ. ആരാണ് ഇതിന്റെ ആള്? ഇത് പൊളിക്കാനും പറ്റൂല, ജീവാന്തരത്തിൽ പൊളിക്കാൻ പോണമില്ല. അത്രയും കരുത്തുള്ളവരാണ് ഈ സമാധിയെ പൊളിക്കും. ഇതുവരെയും കണ്ടില്ലേ സമാധിയാണെന്ന്? അനുകൂലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. ഇതിന്റെ വന്ന ഉത്തരവ് ചെയ്ത കളക്ടറും അതുണ്ടാകണം. ജയ് ഭാരത്. ഹിന്ദു സമൂഹം ഒന്നാണ്. You have the authority to reject that. നിങ്ങൾ എന്റെ ബോധം ഒക്കെ സംസാരിക്കൂല. ഞാൻ അഡ്വക്കേറ്റാ. മറ്റ് സീനിയർ താങ്ക്യൂ. വിളിക്കാതെ പോയാൽ റോഡിൽ ഓടിയല്ല, ജീവനടങ്ങിയ ജീവസമാധിയാണത്. നിങ്ങൾ 8 കോടി നിരക്ക് എടുക്കരുത്. എന്താ ചെയ്യാൻ പോണത്? ഞാൻ മാറി തരാം. എന്താ ചെയ്യാൻ പോണത്? അതൊക്കെ കേൾക്കട്ടെ. എന്താ ചെയ്യാൻ പോണത്? പൊളിക്കുന്ന നാളെ പൊളിക്കാൻ ഇപ്പൊ തന്നെ പൊളിക്കണം. അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായത് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഈ നിൽക്കുന്ന ഓഫീസർമാർക്കാണ്. സാർ അല്ല, ഞാനത് വ്യക്തമായിട്ട് പറയാം. ഇവിടെ ഒരു സമാധാനം, ഞങ്ങള് ഹിന്ദു മുസ്ലിം സൗഹാർദ്ദ റാലിയൊക്കെ നടത്തും. ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല. വെളിയിൽ വെച്ചിട്ടാണോ പച്ചക്ക് പറിക്കാതെ നാട്ടുകാരെ കൊണ്ടുപോയല്ലോ. സംഘർഷത്തിന്റെ ഒരു പ്രശ്നവുമില്ല. ജീവിക്കുന്നവരാണ്. വക്കീൽ എന്നതാണ് സംസാരിക്കുന്നത്. ആ വക്കീൽ എന്നുള്ളത് ഹിന്ദു മുസ്ലിം എന്താണ് പ്രശ്നമാണുള്ളത്? എന്താണ് പ്രശ്നമാണുള്ളത്? ഒരു പ്രശ്നമില്ല. അയാളെ ഇനി ഇവിടെ കയറ്റരുത്. അയാളെ കയറ്റരുത്. നിങ്ങൾ ജോലി ചെയ്യണേൽ ഒന്നും ഒരു പ്രശ്നമില്ല. അയാളെ ഇവിടെ കയറ്റരുത്. അയാളെ ഇവിടെ കയറ്റരുത്. ഒരു വക്കീൽ എന്ന് പറയുന്ന ഒരു പന്നൻ എന്തുകൊണ്ട് ഹിന്ദു മുസ്ലിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ തിരിച്ച് സംസാരിക്കും. ഇവിടെ ഒരു ഹിന്ദുവില്ല, ഒരു മുസ്ലിം. പോലീസിന്റെ നിയമം വശമാക്കി പോലീസ് നിയമം നടപ്പിലാക്കാൻ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഹിന്ദുവും ഇല്ല, മുസ്ലിമും ഇല്ല, ഒന്നുമില്ല. ഇവിടെ നിയമം നടപ്പിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ വന്നിരുന്ന് പച്ചയ്ക്കാണ് വർഗീയത പറയുന്നത്. ഇവിടെ ഒരു വർഗീയതയും ഇല്ല. ഇവിടെ ഒരു വേർതിരിവും ഇല്ല. ഇവിടെ എല്ലാ ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ ആവശ്യം പോലീസ് നിയമം നടപ്പിലാക്കുക. നമ്മൾ മാറി നിൽക്കുന്നു. പോലീസിന്റെ ജോലിയായി. പക്ഷേ പച്ചയ്ക്ക് വർഗീയത പറയാൻ പാടില്ല. ഇവിടെ വന്നത് ഇത് കേരളമാണ്. വർഗീയത അംഗീകരിക്കുന്ന സ്ഥലമല്ല. വർഗീയതയെ തുളച്ചു നിൽക്കുന്ന സ്ഥലമാണ് കേരളം.